ഞാനാ. നീ ഇന്ന് വല്ലായിരിക്കും? ഒന്നുമില്ല. അയ്യോ, ഇതെന്ത് പറ്റി? ഒരു റെയ്ഡിന് പോയതാ. എന്തിനാ ഇല്ലാത്ത കുഴപ്പങ്ങൾക്കൊക്കെ പോകുന്നത്? എന്റെ ജോലിയല്ലേ, നീ എന്തിനാ പേടിക്കുന്നേ? നീ പോയി ചോറോളം, ഞാനത് കുളിക്കട്ടെ. എന്താ ഇൻസ്പെക്ടർ? സോറി മിസ്റ്റർ രവീന്ദ്രൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? അലക്സാണ്ടർ മുതലാളിയെ കൊന്ന കുറ്റത്തിന്. ഞാനോ? അതെ ഇൻസ്പെക്ടർ. ഞാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നീ പേടിക്കാതെ, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംശയമുള്ളതുണ്ടായിരിക്കും. നീ കഥ കളിച്ച് കിടന്നോളൂ. ചെല്ല്. പ്രതിക്ക് അവസാനമായി ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അലക്സാണ്ടറുടെ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിനെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും തെളിവുകളെല്ലാം പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 303 വകുപ്പ് അനുസരിച്ച് പ്രതി രവീന്ദ്രനെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. കരയാതിരിക്കും നിമ്മി. നിമ്മിയെ പോലെ തന്നെ വീട്ടുകാരെ ധിക്കരിച്ച് സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോന്നോളാണ് ഞാനും. വിധി നമ്മൾ രണ്ടുപേരോടും ഒരുപോലെ ക്രൂരത കാട്ടി. സഹിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? നിമ്മിക്കൊരാശ്വാസത്തിന് ഈ മോളെങ്കിലും ഉണ്ട്. മേരിക്കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്ക്. പടച്ചോന്റെ കൃപ കൊണ്ട് സത്യം എന്തെങ്കിലും തെളിയും. ഒക്കെ ശരിയാവും. മിസസ് രവീന്ദ്രൻ ഒരു നോട്ടീസുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. അത് തരാനാണ് ഞാൻ വന്നത്. ഒരാഴ്ചക്കകം ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കണം. കളക്ടറുടെ ഓർഡറാണ്. ഞാൻ ഇറങ്ങട്ടെ.
ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാ മോളെ. പക്ഷെ പതറാണ്ട് പിടിച്ചു നിൽക്കുന്നിടത്ത് ആ മിടുക്ക്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ ഒരാഴ്ച ഒന്നും കാക്കണ്ട. അങ്ങനെ ആരുടെ സൗജന്യവും വേണ്ട. അർഹതയില്ലാത്തടത്ത് പിന്നെ ഒരു നിമിഷം നിന്നൂടാ. നമ്മളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? നിമ്മിക്ക് എന്റെ കൂടെ താമസിക്കാൻ വല്ല മൊയ്തുക്ക? മേരിക്കുട്ടി പറഞ്ഞതാ അതിന്റെ ശരി. ചീത്തക്കാലം വരുമ്പോ ആരെങ്കിലും സഹായത്തിനുണ്ടെന്ന് തോന്നുന്നത് തന്നെ ഒരു വലിയ കാര്യ. രവീന്ദ്രൻ സാറിനോടും കുടുംബത്തോടും നമ്മളെക്കാൾ കൂടുതൽ അടുപ്പം മേരിക്കുട്ടിക്കുണ്ട്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് സ്വന്തം വീടാന്ന് കരുതിക്കോ. ഒന്നുമില്ലേലും ഒരേ സങ്കടമുള്ളവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ആശ്വാസ. നിങ്ങൾ വല്ലതും കഴിച്ച് കഥ കടച്ച് കിടന്നോ? വരും നിമ്മി. മോളെ, രവിയേട്ടൻ വല്ലാതെ ക്ഷീണിച്ചു. ഞങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിച്ചിട്ടാവും. വേറെ ഞാൻ ആരെ കുറിച്ച് ഓർക്കാൻ? മൊയ്തൊക്കെ ഉണ്ട് സഹായത്തിന്. അതോർത്ത് വിഷമിക്കരുത്. കൂട്ടിന് മേരിക്കുട്ടിയും. സ്വയം താങ്ങാൻ കെൽപ്പില്ലാത്ത പാവങ്ങൾ. അവരുടെ തണലിൽ എനിക്ക് ഊഹിക്കാൻ നമ്മി നീ അനുഭവിക്കുന്ന ദുരിതം. അമ്മ, അച്ഛനെ വിളിച്ചിട്ട് പോവാ അമ്മ. നിമ്മി, ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരാൻ 12 വർഷമെങ്കിലും കഴിയും. അതുവരെ വേണ്ട നിമ്മി. എന്നെങ്കിലും പുറത്തു വരുമ്പോ കുട്ടി ഘോഷിക്കാനുള്ള എന്റെ അഭിമാനത്തിന്റെ പേര് പറഞ്ഞ് അതുവരെ നീ മോളും. വേണ്ട നിമ്മി, കഴിഞ്ഞതെല്ലാം മറന്നുകളെ. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് അഭിമാനം മാത്രമായിട്ട് എന്തിന് ബാക്കി? നീ മോളും കൂടെ ഡാഡിയുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോളൂ. പട്ടിണി കിടന്നാലും തെണ്ടേണ്ടി വന്നാലും ഞാൻ ആ പടി കയറില്ല. രവിയേട്ടന് തലകുനിയാൻ ഈ ജന്മം ഞാൻ അനുവദിക്കില്ല. പിന്നെ നീ മോളും എന്ത് ചെയ്യുന്നു? എനിക്കറിഞ്ഞൂടാ രവിയേട്ട, എനിക്കറിഞ്ഞൂടാ. സമയം കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോ. എനിക്ക് വയ്യ, ഇനി മതിയാക്ക്. ആരെ തോൽപ്പിക്കാനായി കുടി? പപ്പാ, ഉപദേശിക്കാൻ എന്ത് അവകാശമെന്ന് ചോദിച്ച് എന്നെ വേണേ 2 തല്ലിക്കോ. ഒന്നുമില്ലേലും സുഖമില്ലാത്ത ഒരാളല്ലേ. ഇനി മതി അങ്ങുന്നേ.
എനിക്ക് എന്തെങ്കിലും വന്ന ആർക്കടാ കുഴപ്പം? പിടിവാശി കാരണം അങ്ങുന്നിന്റെ കണ്ണ് കണ്ടുടാഞ്ഞിട്ടാ. കണ്ണു തുറന്ന് നോക്ക്, അങ്ങുന്നിനെ സ്നേഹിക്കുന്ന അങ്ങുന്നിന്റെ മോളെയും കാണാൻ കഴിയും. പപ്പാ, ഭർത്താവ് ജയിലിൽ, ചെലവിന് വഴിയില്ല. സർക്കാർ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുത്ത് കുടിലിൽ പോയി താമസിക്കുന്നു. ഒരാളെ സ്നേഹിച്ചതിന് ഇത്രയും ശിക്ഷ പോരെ അങ്ങുന്ന്? എന്നെ ഭ്രാന്ത് പഠിപ്പിക്കാ. പോവാ, ഞാൻ പോവാ. പക്ഷേ അങ്ങുന്ന് ഇനിയെങ്കിലും കണ്ണു തുറക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ വൈകി പോവും. എന്താ മോളെ? എന്റെ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര ചൂട്. അവിടെ കിടന്ന് ഉറക്കം വരത്തില്ല. ആരാ? നിമ്മിയുടെ ഡാഡി. അവളെ ഒന്ന് കാണണമായിരുന്നു. അകത്തേക്ക് വരൂ. മോളെ, കഴിഞ്ഞതൊക്കെ മറക്ക്. തെറ്റും ശരിയും ആരുടേതുമാകട്ടെ. മോള് അച്ഛനോട് ക്ഷമിക്ക്. നിന്റെ ഇപ്പോഴത്തെ നില കാണുമ്പോൾ ഞാൻ ആകെ തളർന്നു പോകുന്നു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നെങ്കിലും ഒരിക്കൽ ഡാഡി വരും, വിളിക്കും. ഞാനിത് കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് രവിയേട്ടനെ മോളെയും കൂട്ടി വീട്ടിലേക്ക് കയറി വരണമെന്ന് സ്വപ്നം കണ്ടവളാണ് ഞാൻ. അതന്ന്. ഇന്നെന്റെ രവിയേട്ടൻ ജയിലിലാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാ മോളെ ഞാൻ നിന്നെ തേടി വന്നത്. എന്തിന്? ആശ്രയമില്ലാതെ ഞാൻ തളർന്നു നിൽക്കുമ്പോൾ എനിക്ക് അഭയം തന്നു ഊറ്റം കൊള്ളാനോ? പ്രിയമോൾ ജനിച്ച വിവരം പറയാൻ രവിയേട്ടൻ കയറി വന്നപ്പോൾ, ഡാഡിയുടെ രോഗവിവരം അറിയാൻ ഓടിക്കിതച്ച് ഞാൻ വന്നപ്പോൾ, അമ്പലമുറ്റത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഡാഡിയെ കണ്ടപ്പോൾ, ഇല്ല ഡാഡി, അതൊന്നും എനിക്ക് മറക്കാനാവില്ല. മോളെ, ജയിലിലാണെങ്കിലും എന്റെ ഭർത്താവ് അഭിമാനിയാണ്. ആ അഭിമാനത്തിന് മുറിവേൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരോരും ഇല്ലാത്ത കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നീ എവിടെ പോകും? പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും അതിനേക്കാൾ വലിയ ഹൃദയമുള്ള കുറെ പാവം മനുഷ്യരുണ്ട് ഇവിടെ. ഡാഡിയുടെ കൊട്ടാരത്തിലെ അഭയത്തെക്കാളും എനിക്ക് ആശ്വാസം ഈ കുടിലിലെ തണലാണ്. വാ മോളെ. മോളെ, എന്നോടൊപ്പം വരില്ലെങ്കിൽ വേണ്ട. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഇത് സ്വീകരിക്കണം. എവിടെയായിരുന്നാലും നീ സന്തോഷമായിരിക്കും. ഡാഡിയുടെ ഒരു ചില്ലിക്കാശ് പോലും ഈ മോൾക്ക് വേണ്ട. ഇത് പറയാനുള്ള സ്നേഹം കാണിച്ചല്ലോ, അത് മതി.